ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ 4ാമത്തെ അധ്യായമാണ് ഡിസ്കസ് ചെയ്യാൻ പോണത്. ആ പാഠത്തിൻ്റെ പേര് അരിത്തമെറ്റിക്സ് ഓഫ് പാർട്സ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് പാർട്ടിലേക്കാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് പാർട്ട് ഞാൻ എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് വെക്കാം. അടുത്ത ഭാഗം നമുക്ക് എടുക്കാനുള്ളത് അഡീഷൻ ഓഫ് ഫ്രാക്ഷൻസ്. ഈ ഭാഗമാണ് നമുക്ക് എടുക്കാനുള്ളത്. അഡീഷൻ അതിൽ തന്നെ ഉണ്ട്, എന്ത് കാണുക, സം എടുക്കുക. അപ്പോൾ ഒരു ഫ്രാക്ഷൻ എടുക്കുകയാണ് ഞാൻ 1/6 പ്ലസ് 2/6. ഇതിൻ്റെ ഫ്രാക്ഷൻ നമ്മൾ എങ്ങനെ കാണുക, 1 + 2 എത്രയാണ്, 3/6. ഇനി ഇതിനൊന്നും കൂടി ചെറുതാക്കാൻ പറ്റും. എങ്ങനെയാണ്, 1 × 3 3. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 6 പോവും. അപ്പോൾ 2 × 3. നമുക്ക് ഈ 3യും 3യും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ബാക്കി 1/2 എന്ന് കിട്ടി. അപ്പോൾ 1/6 പ്ലസ് 1/2/6 ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്, 1/2 കിട്ടി. ഇനി അടുത്ത മറ്റൊരു ഫ്രാക്ഷൻ നോക്കാം. 1/4 പ്ലസ് 3/8 3/8 കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിന് ഇതേപോലെ സം എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സം എടുക്കുന്ന സമയത്ത് ഇവിടെ ഡിനോമിനേറ്ററിൽ എപ്പോഴും സം എടുക്കുമ്പോൾ സെയിം നമ്പർ ആക്കാൻ നമ്മൾ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ 4ഉം ഇവിടെ 8ഉം ആണ്. അപ്പോൾ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 8 ഉണ്ടോ എന്ന് നോക്കണം. 2 × 4 ആണ് എന്ത്, 8. അപ്പം നമ്മൾ *2നെ മുകളിൽ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. ഡിനോമിനേറ്റർ മാത്രമല്ല, അതേ സംഖ്യനെ ന്യൂമറേറ്ററും ഗുണിക്കുക. ഇനി 1 × 2 2/8 പ്ലസ് 3/8 എന്ന് കിട്ടി. 2 + 3 5/8. ഇനി 5ഉം 8ഉം പോണ സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല. അപ്പം നമുക്ക് അതിന് ഉത്തരം എഴുതാം, 5/8 എന്ന് എഴുതാൻ പറ്റും. ഇനി അടുത്ത ചോദ്യം 1/2 പ്ലസ് 1/4. ഇതിലും എന്തല്ല, ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 4 ഉണ്ട്. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 2 2/2 × 2 4 പ്ലസ് 1/4. അപ്പോൾ 2 + 1 എത്രയാണ്, 3/4 എന്ന് കിട്ടി. ഇനി മറ്റൊരു ഫ്രാക്ഷൻ നോക്കാം. 2/3 പ്ലസ് 1/6. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇവിടെ 3യും ഇവിടെ 6ഉം ആണ്. 3നെ × 2 ചെയ്ത് കഴിഞ്ഞാൽ 6 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചെയ്ത് കഴിഞ്ഞാൽ 2 × 2 4/6 പ്ലസ് 1/6 എന്ന് കിട്ടും. 4 + 1 എത്രയാണ്, 5/6. ഇനി 5ഉം 6ഉം പോകുന്ന സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഉത്തരം നിർത്താം. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. 1/4 പ്ലസ് 2/5. ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചൊല്ലി നോക്കുക. അതിൽ 5 ഉണ്ടോ, ഇല്ല. തിരിച്ച് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 4ഉം ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, 4ന്റെയും 5ന്റെയും മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നോക്കിയിട്ട് രണ്ടിലും വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കണം. അപ്പം ഞാൻ എഴുതിയ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതുന്നുണ്ട്. 1 × 4 4, 8, 12, 16, 20 എക്സെട്ര. ഇനി 5ന്റെ എഴുതി കഴിഞ്ഞാൽ 5, 10, 50, 20, 25 എക്സെട്ര. ഇനി രണ്ടിലും പോകുന്ന സെയിം ഗുണനപ്പട്ടികയിൽ ഉത്തരം വരുന്നത് ഏതാണ്, 20. അപ്പോൾ നമ്മൾ ഈ ഡിനോമിനേറ്ററുകളെ എത്രയാണ് ആക്കേണ്ടത്, 20 ആണ് ആക്കേണ്ടത്. അപ്പോൾ 4 കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താലാണ് 20 കിട്ടുക, 4 × 5. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ചെയ്യുക. ഇനി 5 ആണ് ഇവിടെ. ഈ 5 കൂടെ എത്ര ഗുണിച്ചാലാണ് 20 കിട്ടുക, 4. മേലെയും താഴെയും എന്ത് ചെയ്യുക, ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും 4 ആയിട്ട് ഗുണിക്കുക. 1 × 5 5/20 പ്ലസ് 2 × 4 8/20. ഈ രണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ഇനി ആഡ് ചെയ്യുന്ന സമയത്ത് ഈ രണ്ട് നമ്പേഴ്സിനെയും 5 + 8 13/20 എന്ന് കിട്ടും.
ഇനി നമുക്ക് പേജ് നമ്പർ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാനുണ്ട്. പേജ് നമ്പർ 56 ചോദ്യങ്ങളിലേക്ക് കടക്കാം. പേജ് നമ്പർ 56 ഞാൻ എന്ത് ചെയ്യാം, ചിത്രം സ്ക്രീനിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം 2 ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സമ്മ് നമുക്ക് എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യത്തെ ചിത്രത്തിൽ ഒരു മൊത്തം എത്ര പാർട്ടുണ്ട്, 6 പാർട്ടുണ്ട്. അതിൽ 1 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, കളറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൊത്തം 3 പാർട്ട്, ക്വസ്റ്റ്യൻ മാറിപ്പോയതാണ്, 3 പാർട്ടിൽ 1 ഭാഗം കളർ ചെയ്തിട്ടുണ്ട്. അതുപോലെ 12 പാർട്സിൽ 5 പാർട്സ് എന്ത് ചെയ്തിട്ടുണ്ട്, കളർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിന് എന്ത് ചെയ്യണം, സമ്മ് കാണണം. അപ്പോൾ ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ സെയിം അല്ല. അപ്പോൾ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആദ്യം നമ്മൾ 12 ഉണ്ടോ എന്ന് നോക്കും. 12 ഉണ്ട്. 3 × 4 ആണ് 12. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഗുണിക്കുക. അപ്പോൾ 1 × 4 4 by 3 × 4 12 plus 5 by 12 5 plus 4 9 by 12. ഇനി 9ഉം 12ഉം പോകുന്ന സെയിം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉണ്ടോ നോക്കണം. ഒന്നും കൂടി ചെറുതാക്കാൻ, ഏറ്റവും സ്മോളസ്റ്റ് ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 3 × 3 9 4 × 3 12. അപ്പോൾ ഈ 3യും ക്യാൻസൽ ആക്കി കഴിഞ്ഞാൽ ബാക്കി 3/4 എന്ന് ഉത്തരം കിട്ടും. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്താ പറയുന്നത് വെച്ചാൽ, രണ്ടാമത്തെ ചിത്രം പറയുന്നത് മൊത്തം 6 പാർട്ട് ഉണ്ട്. അതിൽ 1 പാർട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ചിത്രം മൊത്തം 4 പാർട്ട് ഉണ്ട്. അതിൽ 3 പാർട്ട് കളർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെന്ത് ചെയ്യണം, അതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാൻ, ഈ ഫ്രാക്ഷൻ്റെ സമ്മ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചൊല്ലി നോക്കുക. അതിൽ 4 ഉണ്ടാവുമോ, ഇല്ല. സ്റ്റാർട്ടിങ്ങിന് എത്രയിലാണ്, 6ലാണ്. ഇനി 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 6 ഉണ്ടോ, അതുമില്ല. അപ്പോൾ ആദ്യം 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും 6ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളും എഴുതി നോക്കുക. അപ്പോൾ 4ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ എഴുതുമ്പോൾ 4 8 12 16. ഇനി 6ൻ്റെ ചെയ്യുമ്പോഴോ 6 12 18 24 എക്സെട്ര. അപ്പോൾ രണ്ടിലും പോകുന്ന സെയിം നമ്പർ ഏതാണ്, 12. അപ്പോൾ ഈ 12ന് ഈ ഡിനോമിനേറ്റർ നമ്മൾ എത്രയാക്കണം, 12 ആക്കണം. അപ്പോൾ 6 കൂടെ 6 × 2 ആണ് 12, 4 × 3 ആണ് 12. അപ്പോൾ മുകളിൽ 2 മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ 3യും മൾട്ടിപ്ലൈ ചെയ്ത് 1 × 2 2/12 പ്ലസ് 9/12 2 + 9 2 + 9 11/12 എന്ന് ഉത്തരം കിട്ടും. ഇനി ഇതിലെ മൂന്നാമത്തെ ചോദ്യം, ഒരു ചിത്രം കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, അതിൽ കൊടുത്തിട്ടുണ്ട്. മൊത്തം 5 ഭാഗമുണ്ട്. അതിൽ 3 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, റെഡ് കളറ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് സെക്കൻഡ് പിക്ചറിൽ ടോട്ടൽ 8 പാർട്സിൽ 3 പാർട്സ് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ 5ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 8 ആൻസർ ആയിട്ട് വരുന്നില്ല. അതുപോലെ 8ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എത്ര വരുന്നില്ല, 5 വരുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 2ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എഴുതി വെക്കുക. 5ൻ്റെ 5 10 15 20 25 എക്സെട്ര. ഇനി 8 ആകുമ്പോൾ 8 16 24 32 40 എഴുതി. ഇത്രയും നമ്പർ എഴുതിയപ്പോൾ നമുക്ക് രണ്ടിലും എന്ത് വന്നില്ല, സെയിം നമ്പർ വന്നിട്ടില്ല. അപ്പോൾ നമുക്കൊന്നും കൂടി എഴുതി വെക്കാം. 25 30 35 40. അപ്പോൾ രണ്ടിലും 40 വന്ന്. അപ്പോൾ 5 കൂടെ 8 ഗുണിച്ച് കഴിഞ്ഞാൽ 40 കിട്ടും. ഇനി 8 കൂടെ എത്ര മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 5 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 40 ആയി. അപ്പോൾ 3 × 8 24/5 × 8 40 പ്ലസ് 3 × 5 50/40 എന്ന് കിട്ടി. ഇനി 24ഉം അതുപോലെ തന്നെ 15 തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 9 3. അപ്പോൾ 39/40 എന്ന് വരും. 39ഉം 14ഉം കൂടി ഒന്നും കൂടിയും ഷോർട്ട് ഫോമിൽ ആക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം,
ഇവിടെ വെച്ച് ഉത്തരം നിർത്താം. അപ്പോൾ ഉത്തരം 39/40. ഇതാണ് ഒന്നാമത്തേലെ 3 ചോദ്യങ്ങൾ. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ നമുക്ക് 2-3 ചോദ്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ ആദ്യം എന്ത് ചെയ്യാം, ചോദ്യം ഒന്ന് വായിക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന തുകകൾ കണക്കാക്കുക. അതായത് താഴെ കൊടുത്തിരുന്ന ചോദ്യങ്ങളുടെ സമ്മ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചോദ്യം പറയാം. 1/4 + 1/8. സെക്കൻഡ് ചോദ്യം 3/6 3/4 + 1/6 ആണ് ചോദ്യം. മൊത്തം നമുക്ക് 5 എണ്ണമാണ് ഇതിൽ ചെയ്യാനുള്ളത്. അത് നമുക്ക് 2 എണ്ണം ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ചോദ്യത്തിലേക്ക് 1/4 + 1/8 ആണ്. അപ്പോൾ 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ എത്ര എണ്ണം നോക്കുക, 8 ഉണ്ട്. × 2 മുകളിലും താഴെയും ചെയ്യുക. അപ്പോൾ ഇതിൽ മാറ്റണില്ലേ, നമ്മൾ ഈ 4നെ എത്ര ആക്കുകയാണ്, 8 ആക്കുകയാണ്. അപ്പോൾ 2/8 + 1/8. 2 + 3 2 + 1 3/8. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം 3 + 1/4 + 6. ഇനി 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 6 ഉണ്ടോ നോക്കുക, ഇല്ല. അപ്പോൾ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 4 ഉണ്ടോ നോക്കുക, അതും ഇല്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, 4ന്റെ മൾട്ടിപ്പിൾസ് എഴുതുക, ഗുണിതങ്ങൾ എഴുതുക. അതുപോലെ 6ന്റെ ഗുണിതങ്ങൾ എഴുതുക. 1 × 4 4 8 12. ഇനി 1 × 6 6 12 എക്സെട്ര അല്ലേ. രണ്ടിലും എത്ര ഉണ്ട്, 12 ഉണ്ട്. ഇനി 4 കൂടെ 4 × 3 ആണ് 12. അപ്പം മുകളിലും താഴെയും ഗുണിക്കുക. 12 ആണെങ്കിലോ 6 × 2 ആണ് 12. 3 × 3 9/12 + 2/12. 9 + 2 9 + 2 11 11/12 എന്ന് ആൻസർ കിട്ടും. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം 1/3 + 2/5 ആണ്. ആദ്യം 3ന്റെ മൾട്ടിപ്ലിക്കേഷനിൽ 5 ഇല്ല, നമുക്കറിയാം. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 3 ഇല്ല. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, 3ന്റെ ഗുണിതങ്ങൾ മൾട്ടിപ്പിൾസ് എഴുതുക. 3 6 9 12 15. ഇനി 5ന്റെ എഴുതുക. 5 10 15 അല്ലേ. രണ്ടിലും എത്ര ഉണ്ട്, 50 ഉണ്ട്. അപ്പോൾ 3 കൂടെ 5 മൾട്ടിപ്ലൈ ചെയ്താൽ 50 ആയി. അപ്പോൾ ഈ 5നെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററും ഗുണിച്ചു. അതുപോലെ ഈ 5 കൂടെ 3 ഗുണിച്ച് കഴിഞ്ഞാൽ 50 ആയി. അപ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഗുണിച്ചു. 1 × 5 5/15 + 2 × 3 6/15. ഇനി 2 3 6 5 + 11 6 11/15 എന്ന് ഉത്തരം കിട്ടും. ഇനി നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. നാലാമത്തെ ചോദ്യം 1/2 + 2/5 ആണ്. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 ഇല്ല. അതുപോലെ 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 2 ഇല്ല. അത് നമ്മൾ അങ്ങോട്ട് പരസ്പരം 2 ഗുണിതങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ ആദ്യം 2ന്റെ മൾട്ടിപ്പിൾസ് എഴുതുമ്പോൾ 2 4 6 2 4 6 8 10. ഇനി 5 ആകുമ്പോൾ 5 10 15 എക്സെട്ര. രണ്ടിലും എത്ര ഉണ്ട്, 10 ഉണ്ട്. അപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്, 2ൽ കൂടെ 2ൽ കൂടെ 5 ഗുണിച്ചാൽ 10 കിട്ടും. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിക്കുക. ഇനി 5ൽ കൂടെ 2 ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും, 10 കിട്ടും. ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും ഗുണിച്ചു. ഇനി ഉത്തരത്തിലേക്ക് കിടക്കാം. 1 × 5 5/2 × 5 10 + 2 × 2 4/2 × 5 10. ഇനി 5 + 4 = 9/10. നമ്മൾ ഈ അവസാന ഉത്തരത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ രണ്ടും പോകുന്ന സെയിം മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടോ നിങ്ങളൊന്ന് ചൊല്ലി നോക്കുക ഗുണപട്ടിക. അതില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, ഇവിടെ നിർത്തുക. അല്ലെങ്കിൽ ഒന്നും കൂടി നിങ്ങൾ ചെറുതാക്കിയിട്ട് എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇനി അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 2/3 + 1/5. ഇനി 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 5 ഇല്ല. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 3 ഇല്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ഗുണിതങ്ങൾ എഴുതിയിട്ടുണ്ട്. രണ്ടിലും ഏതാ പോവുക, 15 ആണ് പോവുക. അപ്പോൾ
3 കൂടെ എത്ര ഗുണിക്കുക? 5 ഗുണിക്കുക. മുകളിലും താഴെയും ഗുണിക്കുക. അതുപോലെ 5 കൂടെ 3 ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 15 ആയി. 2 × 5 10 by 3 × 5 15 പ്ലസ് 1 × 3 3 by 3 × 5 15 10 + 3 10 + 3 13 by 15. 13ഉം 15ഉം പോകുന്ന സെയിം ഗുണപട്ടിക ഇല്ല. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം? സ്റ്റോപ്പ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ ചോദ്യത്തിലെ ആദ്യത്തെ 5 ചോദ്യങ്ങൾ. ഇനി ഈ ഭാഗത്തെ ഒരു ചോദ്യം കൂടി നമുക്ക് ചെയ്യാനുള്ളൂ. മൂന്നാമത്തെ ചോദ്യം, അതും കൂടി നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഞാൻ ഒന്ന് വായിക്കാം. ഒരു ടാങ്കിൽ വെള്ളം നിറയാൻ 2 കുഴലുകളുണ്ട്. ഇതൊരു ടാങ്കിയാന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ടാങ്കിൽ വെള്ളം നിറയുന്നുണ്ട്. 2 പൈപ്പിൽ കൂടെയാണ് വെള്ളം നിറയുന്നത്. ഇത് ഫസ്റ്റ് പൈപ്പ്, ഇത് സെക്കൻഡ് കുഴൽ, അതായത് പൈപ്പ് ഉണ്ട്. ഇനി ഈ ഫസ്റ്റ് ടാപ്പ് തുറന്നാൽ 10 മിനിറ്റിൽ ടാങ്ക് നിറയും. സെക്കൻഡ് പൈപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് വേണം ടാങ്ക് നിറയാൻ. ഇത്ര മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണേ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത്, ഒന്നാമത്തെ കുഴൽ, ഒന്നാമത്തെ പൈപ്പ് മാത്രമേ ഞാൻ തുറക്കണുള്ളൂ എങ്കിൽ എത്ര സമയം കൊണ്ടാണ് ഈ ടാങ്ക് നിറയുക? രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പൈപ്പ് മാത്രമാണ് തുറക്കണമെങ്കിൽ എത്ര ഭാഗം തന്നെ, സമയമല്ല എത്ര ഭാഗം നിറയും? ഫസ്റ്റ് ടാപ്പ് മാത്രം തുറന്നാൽ എത്ര ഭാഗം നിറയും? സെക്കൻഡ് ചോദ്യം, സെക്കൻഡ് ടാപ്പ് തുറന്നാൽ അത് എത്ര ഭാഗം നിറയും? മൂന്നാമത്തെ ചോദ്യം, 2 ടാപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര ഭാഗം നിറയും? അവസാന ചോദ്യം, 2 ടാപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര സമയം കൊണ്ട് നിറയും? ആദ്യത്തെ 3 ചോദ്യം എത്ര ഭാഗം നിറയും എന്നാണ്. അവസാനത്തെ ചോദ്യം എത്ര സമയം വേണം 2 പൈപ്പും കൂടിയിട്ട് ഓപ്പൺ ചെയ്താൽ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ 10 മിനിറ്റ് ആക്കി. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റത്തെ ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ എത്ര ഭാഗം നിറയുമെന്നാണ്. അപ്പോൾ 10 മിനിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് പൈപ്പ് തുറന്നു കഴിഞ്ഞാൽ നിറയാൻ വേണ്ടിയിട്ട് മൊത്തം 10ൽ 1 ഭാഗം, മൊത്തം ടാങ്കിൽ 10ൽ 1 ഭാഗമാണ് എന്ത് ചെയ്യുക? ആദ്യത്തെ പൈപ്പ് തുറന്നാൽ 1 മിനിറ്റിൽ നിറയുക. ഇങ്ങനെ 2 മിനിറ്റ് ആണെങ്കിലോ 10ൽ 2 ഭാഗം, 3 മിനിറ്റ് ആണെങ്കിലോ 10ൽ 3 ഭാഗം, 4 മിനിറ്റ് ആണെങ്കിൽ 10ൽ 4 ഭാഗം. ഇനി രണ്ടാമത്തെ ചോദ്യം, രണ്ടാമത്തെ പൈപ്പാണ് തുറക്കണതെങ്കിൽ എത്ര ഭാഗം നിറയും? മൊത്തം 15, 15ൽ 1 ഭാഗം, 1 മിനിറ്റ് ആയ കാരണം 2 മിനിറ്റ് ആണെങ്കിലോ 15ൽ 2 ഭാഗം. ഇനി മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് 2 പൈപ്പും ഒരുമിച്ച് തുറന്നാൽ എത്ര ഭാഗം നിറയും എന്നാണ്. ഫസ്റ്റ് 1 മിനിറ്റിൽ എത്ര ഭാഗം നിറയും? അപ്പോൾ ഫസ്റ്റത്തെ പൈപ്പ് മാത്രം തുറക്കുമ്പോൾ 10ൽ 1 ഭാഗം, രണ്ടാമത്തെ പൈപ്പ് തുറക്കുമ്പോൾ 15ൽ 1 ഭാഗം. അപ്പോൾ രണ്ടും തമ്മിൽ എന്ത് ചെയ്താൽ മതി? കൂട്ടിയാൽ മതി. അപ്പോൾ 10ഉം 15ഉം പോകുന്ന സെയിം, 10ൻ്റെ ഗുണപട്ടികയിൽ 15 ഇല്ലല്ലോ. 15ൻ്റെ ഗുണപട്ടികയിൽ ഏതും ഇല്ല, 10ഉം ഇല്ല. അപ്പോൾ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും സെയിം സംഖ്യയായിട്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. ഗുണപട്ടിക നോക്കുക. 10ൻ്റെ ഗുണപട്ടിക ചെല്ലുമ്പോൾ ഒരു 10 10, 20, 30 എക്സെട്ര. 15 ആണെങ്കിൽ ഒരു 15 15, 2 15 30. അപ്പോൾ രണ്ടിലും സെയിം പോലെ വരുന്ന സംഖ്യ ഏതാണ്? 30. അപ്പോൾ 10 കൂടെ 3 ഗുണിച്ച് എത്ര കിട്ടും? 30 കിട്ടും. 15 കൂടെ 2 ഗുണിച്ച് കഴിഞ്ഞാൽ 30 കിട്ടും. അപ്പോൾ 1 × 3 3/30 പ്ലസ് ഒരു 2 2/15 × 2 30. 3 × 2 5/30. ഇനി ഒന്നും കൂടി ചെറുതാക്കാൻ പറ്റും നോക്കണം. 5ഉം 30ഉം പോണ സെയിം ഗുണപട്ടിക ഏതാണ്? 5. അപ്പോൾ ഒരു 5, 5ൻ്റെ പകരം ഒരു 5 5, 30ൻ്റെ പകരം 6 × 5 എന്ന് എഴുതി. മുകളിലും താഴെ ഡിനോമിനേറ്ററിലും ന്യൂമറേറ്ററിലും വരുന്ന സെയിം സംഖ്യ ഏതാണ്? 5. അത് ക്യാൻസലായി. ബാക്കി 1/6. മൊത്തം ടാങ്കിൽ 1/6 പാർട്ടാണ്. ആ ടാങ്കിന് 6 പാർട്ടാക്കി കഴിഞ്ഞാൽ അതൊരു ഭാഗമാണ്. 2 പൈപ്പും കൂടിയിട്ട് ഒരുമിച്ച് തുറന്നു കഴിഞ്ഞാൽ നിറയുക. ഇനി നാലാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ 2 പൈപ്പും നിറയാൻ എത്ര സമയം വേണം? 1 മിനിറ്റ്. മൊത്തം 6 പാർട്ടാക്കി കഴിഞ്ഞാൽ, അപ്പോൾ ഈ ടാങ്കിന് മൊത്തം 6 പാർട്ടാക്കി കഴിഞ്ഞാൽ ഒരുമിച്ച് തുറന്നാൽ 6ൽ 1 ഭാഗമാണ് നിറയുക 1 മിനിറ്റിൽ. 1 മിനിറ്റിൽ
6ൽ 1 ഭാഗം. അങ്ങനെയാണെങ്കിലോ 2 മിനിറ്റിലോ 6ൽ 2 ഭാഗം. 3 മിനിറ്റിലോ 6ൽ 3 ഭാഗം. 4 മിനിറ്റ് ആണെങ്കിലോ 6ൽ 4 ഭാഗം. 5 മിനിറ്റ് ആണെങ്കിൽ 6ൽ 5 ഭാഗം. 6 മിനിറ്റ് ആണെങ്കിലോ 6ൽ 6 ഭാഗം. 6/6 പറഞ്ഞ 1. അപ്പോൾ മൊത്തം 6 പാർട്ടിൽ 6 പാർട്ടും നിറഞ്ഞ്, അതായത് ഫുള്ള് നിറഞ്ഞ് നമ്മൾ മൊത്തം ആ ടാങ്കിന് 6 ഭാഗം ആക്കുകയാണെങ്കിൽ അതിൽ 6 ഭാഗം നിറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? ആ ടാങ്ക് എന്ത് ചെയ്തു? ഫുള്ളായിട്ട് നിറഞ്ഞു. അപ്പോൾ എത്ര മിനിറ്റ് വേണം ആ ടാങ്ക് നിറയാൻ? 6 മിനിറ്റ്. 6 മിനിറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ടാങ്ക് എന്ത് ചെയ്യും? ഫുള്ള് നിറയും. ഇതാണ് ഈ പേജ് നമ്പർ 57 വരുന്ന ചോദ്യങ്ങൾ. ഇതിൽ നമുക്ക് ചെറിയൊരു ഭാഗം കൂടിയും അടുത്ത ഭാഗത്തിൽ ഒരു 4 ചോദ്യം എക്സസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാനുണ്ട്. അതും കൂടി ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗത്തിൻ്റെ അവസാനിപ്പിക്കാം. ഇനി പേജ് നമ്പർ 57 മറ്റു ചില കൂട്ടലുകൾ എന്ന ചെറിയൊരു ഭാഗം കൂടി നമുക്കിതിൽ പറയാം. അതിൽ ഒരു 1/2 + 1/2. അതിന് നമുക്ക് ഇത് ചെയ്ത് നോക്കണം തന്നെ പറയാം. അര + അര എത്രയാണ്? 1. നമ്മളിതിൽ ചെയ്യുമ്പോൾ 1 + 1 എത്രയാണ്? 2. 2/2 എത്രയാണ്? 1. ഇനി മറ്റൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുകയാണ്. 1/3 + 2/3 = 1 + 2 3/3. ഒരു നമ്പറിനെ അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് കഴിഞ്ഞാൽ എത്രയായിരിക്കും? 1. അങ്ങനെ പഠിച്ചു വയ്ക്കുക. അടുത്തത് 1/4 + 3/4 = 1 + 3 4/4 എത്രയാണ്? 1. ഇനി 2/5 + 3/5 2 + 3 5/5 = 1. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ഒറ്റയടിക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് പറയുകയാണ്. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? മനസ്സിൽ നമുക്ക് കൂട്ടി പറയാൻ പറ്റും അല്ലേ? 2 + 3 3 3/3 1. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇനി അതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് വായിക്കാം. അതിൽ നമുക്ക് ആകെ 4 ചോദ്യങ്ങളെ ചെയ്യാനുള്ളൂ. ചുവടെ കൊടുത്തിരിക്കുന്ന ഓരോ ഭിന്നസംഖ്യയെയും കൂട്ടിയാൽ 1 കിട്ടുന്ന ഭിന്നസംഖ്യ മനക്കണക്കായി പറയണം. അതായത് 4 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്. ആ 4 ഭിന്നസംഖ്യകൾ, അതായത് ഒന്നാമത്തെ ഭിന്നസംഖ്യ എന്ന് പറഞ്ഞാൽ 2/7 ആണ്. ഈ ഭിന്നസംഖ്യയിൽ കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 1 കിട്ടുക എന്ന് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങളാണ് ഈ ഭാഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാനുള്ളത്. ചോദ്യത്തിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം 2/7. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇവിടെ ഡിനോമിനേറ്ററിൽ എത്രയാണ്? 7. അപ്പോൾ ഈ 7 2 കൂടെ എത്ര കൂട്ടിയാലാണ് 7 കിട്ടുക? 2 കൂടെ എത്ര കൂട്ടിയാലാണ് 7? 7ൽ നിന്ന് 2 കുറയ്ക്കുക. 7ൽ നിന്ന് 2 കുറച്ച് എത്രയാണ്? 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2/7 പ്ലസ് എത്ര കൂട്ടുക? 2 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ 2 കൂടെ 5 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും? 7 കിട്ടും. /7. അപ്പോൾ നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? 5/7 സമം 2 + 5 എത്രയാണ്? 2 + 5 7/7 എത്രയാണ്? 1. അപ്പോൾ നമ്മൾ എത്രയാണ് കൂട്ടേണ്ടത്? 5/7 ആണ് കൂട്ടേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. 4/7 ആണ് ചോദ്യം. ആ 4/7 കൂടെ എത്ര കൂട്ടിയാലാണ് നമുക്ക് 1 കിട്ടുക? അപ്പോൾ എന്ത് ചെയ്യുക? ആ നമ്പർ കണ്ടുപിടിക്കാൻ ന്യൂമറേറ്റർ നമ്പർ കണ്ടുപിടിക്കാൻ ഇവിടെ 7 നമുക്ക് വരും. അപ്പോൾ 7ൽ നിന്ന് 4 കുറയ്ക്കുക. 7ൽ നിന്ന് 4 പോയ എത്രയാണ്? 3. അപ്പോൾ നമുക്ക് 4 + 3 7. 7/7 എത്ര കിട്ടി? 1 കിട്ടി. ഇനി 2 കഴിഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം 3/8 കൂടെ ഏത് ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടിയാലാണ് 1 കിട്ടുക? അപ്പോൾ ഈ 8 അതുപോലെ എഴുതുക. 8 നിന്ന് 3 കുറച്ച് എത്രയാണ്? 5. ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ 5ആയി. അത് നമ്മൾ ആലോചിച്ചാൽ മതി. ഈ 3 കൂടെ എത്ര കൂട്ടിയാലാണ് ഈ 8 കിട്ടുക? അങ്ങനെ നോക്കിയാൽ നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ 5 കൂടെ 3 കൂട്ടിക്കഴിഞ്ഞാൽ 8. 8/8 1. ഇനി നാലാമത്തെ ചോദ്യം 3/10 പ്ലസ് ഏത് ഫ്രാക്ഷൻ കൂട്ടിയാലാണ് 1 കിട്ടുക? അപ്പോൾ ഡിനോമിനേറ്ററിൽ
10 എഴുതി. 10 3 പോയാൽ ബാക്കി 7. അപ്പോൾ 7 കൂട്ടിക്കഴിഞ്ഞാൽ 3 + 7 10. 10/10 എത്ര കിട്ടി? 1 കിട്ടി. ഇത് സിമ്പിളാണ് അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് അത്യാവശ്യം കുറേ ഭാഗങ്ങൾ നമ്മൾ ഈ പാഠത്തിലത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ സംശയം പറഞ്ഞ് എന്തായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബായ്.